എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനുഖി. എൻ്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഷോപ്സി ഹാളാണ്. അപ്പോൾ ഷോപ്സി എന്നുള്ള ഇത്രയും പ്രോഡക്റ്റ്സിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഹാളാണ് നമ്മൾ നോക്കണേ. കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 9 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 99 രൂപയിൽ താഴെയുള്ള ഒരുപാട് പ്രോഡക്ട്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. 10 ലക്ഷത്തോളം പ്രോഡക്ട്സ് നമുക്ക് ഷോപ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട്. നമുക്കിനി ഓരോ പ്രോഡക്ട്സ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. പ്രൈസ് ഞാനിവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ആൻഡ് ഓൾസോ ഞാൻ ഇത്തവണ ഷോപ്സിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരുവിധം എല്ലാ പ്രോഡക്ട്സും ഫേമസ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഒക്കെയാണ്. അതായത് ഒരുപാട് പേര് ഇങ്ങനെ റിവ്യൂ ഒക്കെ ചെയ്ത് കണ്ടിട്ടുള്ള കുറച്ച് വൈറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെയാണ് നമ്മൾ ഇത്തവണ ഷോപ്സിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് പ്രോഡക്ട്സ് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് വിഷ് കെയറിന്റെ ഈ ഒരു അണ്ടർ ആം റോൾ ഓൺ ആണ്. ഇത് ഞാൻ കുറേ പേര് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയുന്നത് എന്താ വെച്ചാൽ 5% AHA, 3% കോജിക് ആസിഡ്, ഹൈലറോണിക് ആസിഡ് ആൻഡ് ലിക്കറൈസ് ആൻഡ് സീക്ക. അണ്ടർ ആം ലൈറ്റിംഗ് ആൻഡ് ഓർഡർ കൺട്രോൾ ആണ് പറഞ്ഞിട്ടുള്ളത്. 50 ml ഓഫ് ക്വാണ്ടിറ്റി ആണ്. വിഷ് കെയറിന്റെ ഒരുപാട് പ്രോഡക്ട്സ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പം ഞാനത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് വിഷ് കെയറിന്റെ അണ്ടർ ആം റോൾ ഓൺ സീറം എന്ന് പറയുന്നത്. നമുക്ക് 50 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ തുറക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ഉണ്ടായിരിക്കും. ആൻഡ് യു കൻ ജസ്റ്റ് അപ്ലൈ ദിസ്. ഇങ്ങനെ റോൾ ചെയ്ത് കൊടുക്കാം. നല്ല സട്ടിലായിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ്. എനിക്ക് ഒരു കൈൻഡ് ഓഫ് ഫ്രേഗ്രൻസ് ഇഷ്ടപ്പെട്ടു. നല്ല സട്ടിലായിട്ടുള്ളൊരു ഫ്രേഗ്രൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. അത് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് അണ്ടർ ആംസിൽ എന്താ പറയുക റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഡെയിലി യൂസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം, നമുക്ക് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെർമാക്കോയുടെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ്. 3% വിറ്റമിൻ ഇ ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ ഫോർ ഡ്രൈ ആൻഡ് ഫ്ലേക്കി സ്കിൻ ആണ്. ഇതിൽ വിറ്റമിൻ ഇ ഉണ്ട്, ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ഡേ ആൻഡ് നൈറ്റിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഞാൻ കുറച്ചായി വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫൈനലി ഞാനിത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ട്യൂബ് ഫോർമാറ്റിൽ വരുന്നതും ഉണ്ട്, എന്താ പറയുക ബോട്ടിൽ ഫോർമാറ്റിൽ വരുന്നതും ഉണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇതാണ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും നമ്മളൊരു സ്കിൻ കെയർ വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എനിക്ക് വരുന്ന തോട്ട്സ് എന്താ വെച്ചാൽ സ്കിന്നിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് എന്തായാലും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ബാക്കി എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്നതാണ്. ആൻഡ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇനി ചില സമയത്ത് എനിക്ക് ചില മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ഇങ്ങനെ വിയർക്കുന്ന പോലെ തോന്നാറുണ്ട്, ഭയങ്കര ചൂട് പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതിനകത്തുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ എന്തായാലും ഷെയർ ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഇത് കുറേ മുന്നേ ഒരുപാട് സമയം മുന്നേ മുതൽ കുറേ പേരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. സിമ്പിളിൻ്റെ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. ഞാനത് കുറച്ചായി ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നു. ഫേസ് വാഷ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചെണ്ണം ട്രൈ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്തത് യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് സിമ്പിളിൻ്റെ റീഫ്രഷിങ് ഫേഷ്യൽ വാഷ് ആണ്. സോപ്പ് ഫ്രീ ആണ്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. അപ്പം ഞാനിത് ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി. നമ്മുടെ ഫേസിന് ഒട്ടും ഡ്രൈ ആക്കാത്ത രീതിയിലുള്ളൊരു ഫേസ് വാഷ് ആണത്. ചില ഫേസ് വാഷ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ മോയ്സ്ചറിനെ അത് അങ്ങോട്ട് എടുക്കാറുണ്ട്. പക്ഷേ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കുന്ന രീതിയിലുള്ള ഒന്നാണ് സിമ്പിളിൻ്റെ ഫേസ് വാഷ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പിനകത്തും പറ്റുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ. അടുത്തത് എൻ്റെ ഒരു റീപർച്ചേസ് ആണ്. മേബിലിൻ്റെ ഒരു കൊലോസൽ ബോൾഡ് ഐലൈനർ എന്ന് പറയുന്നത്. ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളത് ഇതാണെന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മേബിലിൻ്റെ കൊലോസൽ ഐലൈനർ. സോ നല്ല ബോൾഡ് ബ്ലാക്ക് ആയിട്ടുള്ള ലൈനറാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. അടുത്തത് വന്നിട്ട് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ ഈ ഒരു ബാരിയർ റിപ്പയറിംഗ് ഹൈഡ്രേറ്റിംഗ് ജെന്റിൽ ഫേസ് വാഷ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു ഫേസ് വാഷ് കുറേ പേര് ചെയ്ത് ഞാൻ കണ്ടു, ഭയങ്കര സംഭവമാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഹൈലറോണിക് ആസിഡ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഹൈലറോണിക് ആസിഡ് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ റൈസ് വാട്ടർ ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്. ഇതിൻ്റെ pH 5.5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോപ്പ് സൾഫേറ്റ് ഫ്രീ ആണ്, ഡെർമ ടെസ്റ്റഡ് ആണ്. ശ്രദ്ധിതാണ് നമ്മുടെ നെക്സ്റ്റ് വൺ. അടുത്തത് വന്നിട്ട് നമ്മളൊരു ലിപ്സ്റ്റിക് ആണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് ലിപ് കളറാണ്, വിത്ത് നാച്ചുറൽ ഓയിൽസ് ആണ്. ഇതിൻ്റെ സ്വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. നല്ല ക്ലാസി പാക്കേജിങ് ആണ്. ഒരു ഓറഞ്ചിഷ് കൈൻഡ് ഓഫ് ഒരു റെഡ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്. ഞാൻ ഹാൻഡ് സ്വാച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇറ്റ്സ് അമേസിങ് ഷെയ്ഡ്, നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ്. കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ലിപ്സിലുള്ള സ്വാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ വന്നിട്ട് ഫേസസ് കാനഡയുടെ തന്നെ ഒരു കോമ്പാക്ട് പൗഡറാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല അടിപൊളി പാക്കേജിങ് ഒക്കെയാണ്. ഫേസസ് കാനഡയുടെ യൂഷ്വലി ഞാൻ കാജലും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴാണ് ഞാൻ ഈ ഒരു റേഞ്ചിലോട്ട് മാറിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ കോമ്പാക്റ്റ്. ഒരു പഫ് കൊടുത്തിട്ടുണ്ട്. പഫിൻ്റെ ബാക്ക് സൈഡ് ബ്ലാക്ക് ആണ്. സോ ദിസ് ഇസ് ദ കോമ്പാക്ട്.
നല്ല ഗ്ലോസി ബ്ലാക്ക് കൈൻഡ് ഓഫ് പാക്കേജിങ് ആണ്. എനിക്ക് ഇങ്ങനത്തെ പാക്കേജിങ് ഭയങ്കര ഇഷ്ടമാണ്. സോ അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പാക്കേജിങ്ങിൽ ഈ ഒരു ബ്ലാക്ക് നമ്മുടെ ഈ ക്യാപ്പ് ഉണ്ടല്ലോ അത് നല്ല മാറ്റ് ഫിനിഷ് ആണ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് മോവെ പിങ്ക് ആണ്, N16 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ പിങ്കിഷ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്, നമുക്ക് ഒരുവിധം എല്ലാ സ്കിൻ ടോണിനും പോകുന്ന രീതിയിലുള്ള ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. ഐ ലൈക്ക് ഇത് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമാണ്, നല്ല മാറ്റ് ഫിനിഷ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിയിൽ. ഫൈനലി കുറച്ച് മുന്നേ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു പൗഡർ പഫ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ സെറ്റ് ഓഫ് 4 ആണ് നമുക്കത് വന്നിട്ടുള്ളത്. പൗഡർ പഫാണ്. ഈ ഒരു പ്രൈസിന് സെറ്റ് ഓഫ് 4 എന്ന് പറയുന്നത് നല്ല ഡീലാണ്. നമുക്കിങ്ങനെ ഈ അണ്ടർ ഐസിൻ്റെ അവിടെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക പൗഡർ പഫാണിത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് സെറ്റ് ഓഫ് 4 കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ലോങ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ടും പറ്റുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഇതിലുള്ള നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്സി ഹോൾ എന്ന് പറയുന്നത് പ്രൈസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരുന്നു വിചാരിക്കുന്നു. ഷോപ്സി നിങ്ങൾക്ക് അറിയാമല്ലോ, ഐഫോൺ യൂസേഴ്സിനും ആൻഡ്രോയിഡ് യൂസേഴ്സിനും അവൈലബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് നോക്കുക, ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്സി ഹോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്ത് ഓളെന്നതിൽ കൂടി ടിക്ക് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതും മിസ്സാവാതെ കാണാൻ പറ്റുന്നതും. അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു എല്ലാവരും കീപ് സ്മൈലിംഗ്, ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ബൈ ബൈ.